ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് LP-UP മാരത്തോൺ എന്ന് പറയുന്ന നമ്മുടെ സീരീസിലെ ഒരു പുതിയ ക്ലാസ്സുമായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത് സയൻസിൻ്റെ ഒരു റിവിഷൻ എന്ന രീതിയിലായിരുന്നു. ഇന്നും സയൻസിൻ്റെ റിവിഷൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇതിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ളതിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്സിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്, പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി നോക്കുക. ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ച് പോവും, നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ അതിൻ്റെ ആൻസർ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേരുംപടി ചേർക്കാനാണ്. ചേരുംപടി വിട്ടിട്ടൊരു കളിയില്ല. നമ്മുടെ പരീക്ഷകൾക്കൊക്കെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇങ്ങനത്തെ ഒന്ന് വരും, സമയം പോകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമുക്ക് കൺസെപ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം എത്താൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് എത്താനും കഴിയും. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് ചെയ്ത് നോക്കുന്നതോടൊപ്പം നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് റിവൈസ് ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ്. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വെറുതെ കളയണ്ട, ഒന്ന് വായിച്ച് നോക്കിക്കൊള്ളുക. അപ്പോൾ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന മർമ്മഭാഗം. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗം. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത്. മർമ്മരന്ധ്രം, റൈബോസോം, മർമ്മകം, ക്രൊമാറ്റിൻ ജാലിക എന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഉത്തരത്തിലേക്ക് എത്താൻ എളുപ്പമാണ് അല്ലേ. നമ്മൾ എന്തായാലും കോശവും കോശത്തിൻ്റെ മർമ്മവും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. കോശം നമ്മുടെ സിലബസിലുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് വായിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ കഴിയില്ലേ. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, ഇതിലെന്തായിരിക്കും, മർമ്മരന്ധ്രമാണോ, റൈബോസോമാണോ, മർമ്മകമാണോ, ക്രൊമാറ്റിൻ ജാലികയാണോ അല്ലേ. ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക. ക്രൊമാറ്റിൻ ജാലിക. ഇനി റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗം ഏതാണ് എന്നൊരു ചോദ്യം വരും. റൈബോസോം നിർമ്മാണത്തിൽ. അപ്പം നമുക്ക് റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഭാഗം, റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗം എന്ന് പറഞ്ഞിട്ട് എന്തായാലും റൈബോസോം വരില്ലല്ലോ. ക്രൊമാറ്റിൻ ജാലികയും കഴിഞ്ഞു. അപ്പം മർമ്മരന്ധ്രമാണോ മർമ്മകമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഉത്തരം കിട്ടിയില്ലേ. എന്താണ് അത്? മർമ്മകമാണ്. മർമ്മകമാണ് അല്ലേ, മർമ്മകമാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഉത്തരം കിട്ടി അല്ലേ. സിയും ഡിയും ഉള്ള രണ്ട് ഉത്തരം കിട്ടി. ഒന്ന് ഡി ആണ്. ഒന്ന് ഡി ഉള്ള എത്ര എണ്ണം ഉണ്ട് നോക്കുക. ബിയും ഉണ്ട്, ഡിയും ഉണ്ട്, ശരിയല്ലേ. ബിയും ഡിയും ഉണ്ട്. രണ്ട് സിയിൽ എത്ര എണ്ണം ഉണ്ട് നോക്കുക, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളത് ജസ്റ്റ് എന്തായാലും എന്ത് നോക്കി വെക്കണം, പഠിക്കുകയാണല്ലോ. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് എന്താണ്? മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് നമ്മുടെ റൈബോസോമാണ്. ഇനി മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് മർമ്മരന്ധ്രമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഡി എ ആണ് അല്ലേ. മൂന്നാമത്തേത് ബി ആണ്. അപ്പം അങ്ങനെ വരുന്നത് ഒന്ന് അല്ലേ, 1 സി 2 ഡി 3 എ 3 എ ആണ് അല്ലേ. 3 എ ആണ്. ഞാനിപ്പോൾ പറഞ്ഞത് മാറിപ്പോയോ? 3 എ ആണ്. അതുപോലെ തന്നെ അല്ലേ 3 ബി ആണ്. 3 ബി ശ്രദ്ധിക്കണം. ഇവിടെ ഇങ്ങനെ വരയ്ക്കുക എന്നുള്ളതിലുപരി നമ്മുടെ ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നത് ക്രൊമാറ്റിൻ ജാലിക. 1 ഡി. ഓക്കെ, അപ്പോൾ 1ൻ്റെ അവിടെ ഡി എന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇനി റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ 2 ഏതാണ് ഉത്തരം വരിക? മർമ്മകമാണ്. 2 സി ആണ്. ഇനി മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഫാക്ടറി റൈബോസോം ആണ്. അപ്പം ബി ആണ്. 3 ബി ആണ്. 4 മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ളത് ഏതായിരിക്കും? എ ആയിരിക്കും. അപ്പോൾ 1 ഡി 2 സി 3 ബി 4 എ അങ്ങനെ വരുന്നത് ഏതാണെന്ന് നോക്കുക. അത് നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കറുപ്പിക്കണം. നമ്മുടെ OMR ഷീറ്റ് കറുപ്പിക്കുന്ന സമയത്ത് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ശ്രദ്ധ വേണം. കിട്ടിയല്ലേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രസ്താവനകൾ പരിശോധിക്കുക. 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ഒരു കോശത്തിന് ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന കോശഭാഗമാണ് മൈറ്റോകോൺഡ്രിയോൺ. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗമാണ് ഫേനം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യജാലിക.
ആണ്. അങ്ങനെ 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ഇനി ഈ പ്രസ്താവന പരിശോധിക്കാൻ പറഞ്ഞു, 4 നമ്മൾ വായിച്ചു. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഓപ്ഷൻസ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. പ്രസ്താവന A, B എന്നിവ ശരി, പ്രസ്താവന C, D എന്നിവ ശരി, പ്രസ്താവന എല്ലാം തെറ്റാണ്, പ്രസ്താവന എല്ലാം ശരിയാണ്. ഇതിൽ നമുക്കിന്ന് 4നെ കുറിച്ച് അറിഞ്ഞാലേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നോക്കണം, കോശത്തിന് ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയും സംഭരിക്കുകയൊക്കെ ചെയ്യുന്നത് പവർ ഹൗസ് എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയൻ തന്നെയാണ്. ഇനി ചെറുസ്ഥല സഞ്ചികളിലാക്കിയിട്ട് മാറ്റുന്ന ഗോൾജി കോംപ്ലക്സ് ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നുണ്ട്. ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ ഫേനം തന്നെയാണ്. സംഭരിക്കുന്ന കോശഭാഗം ഫേനമാണ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അത് കറക്റ്റാണ്. അപ്പോൾ ഇത് 4ഉം ശരിയാണ്. അപ്പോൾ പ്രസ്താവന എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. കിട്ടിയില്ലേ? 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 3ാമത്തെ ചോദ്യം, ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ശരിയല്ലാത്തതാ. കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്, അഥവാ അല്ലേ ATP ആണ്. കോശ ശ്വസനത്തിൻ്റെ 1ാം ഘട്ടം ഗ്ലൈക്കോളിസിസ് എന്നറിയപ്പെടുന്നു. 1ാം ഘട്ടവും 2ാം ഘട്ടവും ഓർക്കുന്നുണ്ടാവും. ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന കോശ ശ്വസനമാണ് ക്രെബ്സ് പരിവർത്തി. ഡി, ATP നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനയെ കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ തെറ്റിയതാണ് കണ്ടെത്തേണ്ടത്. തെറ്റാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലേ? അപ്പോൾ തെറ്റിയ ചോദ്യം കണ്ടെത്തണം. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കുക, കോശത്തിന് എനർജി കറൻസി ATP ആണ്. 1ാം ഘട്ടം ഗ്ലൈക്കോളിസിസ് ആണ്. 2ാം ഘട്ടമാണ് ക്രെബ്സ് പരിവർത്തി. അതും കറക്റ്റാണ്. ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന കോശശ്വസനമാണ് ക്രെബ്സ് പരിവർത്തി. അത് തെറ്റാ. കാരണം ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്നത് ഗ്ലൈക്കോളിസിസും ഓക്സിജന്റെ ആവശ്യം അല്ലെങ്കിൽ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ് ക്രെബ്സ് പരിവർത്തി. അപ്പോൾ ഇവിടെ തെറ്റ് വന്നു. നൈട്രജനും ഫോസ്ഫറസും കറക്റ്റ് തന്നെയാണ്, ആവശ്യമാണ് മൂലകം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ C ആണ് ഇവിടുത്തെ തെറ്റുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരം എന്തുതന്നെയാണ്? നമ്മുടെ C ആണ്. കിട്ടിയോ? എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായില്ലേ? അടുത്തത് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തേത്, ശരിയല്ലാത്ത ജോഡി കണ്ടുപിടിക്കുക. ലോഹവും അയിരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സിങ്ക്, കലാമൈൻ, ഇരുമ്പ്, ഹെമറ്റൈറ്റ്, ടിന്ന്, കാസിറ്ററൈറ്റ്, മഗ്നീഷ്യം, സിന്നബാർ. ഒന്ന് ശ്രദ്ധിച്ചേ, ഇതിലേതാ തെറ്റ്? എളുപ്പത്തിൽ കിട്ടും. ഇരുമ്പ് ഹെമറ്റൈറ്റ് ആണ്, ടിന്ന് കാസിറ്ററൈറ്റ് ആണ്, സിങ്ക് കലാമൈൻ ആണ് അല്ലേ? മഗ്നീഷ്യം സിന്നബാർ. മഗ്നീഷ്യം സിന്നബാർ തെറ്റാ. കാരണം മാഗ്നറ്റൈറ്റ് അല്ലേ? മെർക്കുറി ആണെങ്കിൽ സിന്നബാർ കറക്റ്റാണ്. സിന്നബാർ മെർക്കുറിയുടേതാണ്. അപ്പം അത് തെറ്റാണ് അല്ലേ? അപ്പം ശരിയല്ലാത്ത ജോഡിയാണ് പറഞ്ഞത്. ശരിയല്ലാത്ത ജോഡിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഡി ആണ്. 5ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. പിന്നെയും ചേരുംപടി. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾട്ട്, ജോൺ ഡാൾട്ടൺ, J.J. തോംസൺ, ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റം കണ്ടെത്തിയത് ഓസ്റ്റ്വാൾട്ട്, ജോൺ ഡാൾട്ടൺ, J.J. തോംസൺ, ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ വാട്ടർമെലൻ മോഡൽ, ആറ്റത്തിൻ്റെ സൗരയൂഥ മോഡൽ, ഇതൊക്കെ കണ്ടെത്തിയത് ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ എളുപ്പമായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റണം. ആറ്റം കണ്ടെത്തിയത് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആറ്റം കണ്ടെത്തിയത് ആരാണ്? അപ്പോൾ ആറ്റം കണ്ടെത്തിയത് ആരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ ഇതിൽ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ആറ്റം എന്ന ആദ്യം അല്ലെ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾട്ട് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെ അതിലേക്ക് വരാം അല്ലേ? 1 D ആണ്. 1 D ആണ്. 1 D ആണെന്ന് ഉറപ്പായി. അപ്പോൾ 1 D ഉള്ള എത്ര എണ്ണം ഉണ്ട്? C ഉണ്ട്, D ഉണ്ട്. അപ്പോൾ A ഇല്ല, B ഇല്ല. സിയും ഡീനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലേ? ഇനി ആറ്റം കണ്ടെത്തിയത് ആരാണെന്ന് കൂടി നിങ്ങൾക്ക് അറിയുമായിരിക്കും. ആറ്റം കണ്ടെത്തിയത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടെത്തിയത്. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ എന്ന് പറയുമ്പോൾ C ആണ്. അപ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം കിട്ടിയില്ലേ? 2 C ഉള്ളത് ഏതാണ് നോക്കുക. C മാത്രം ഉള്ളത് ഏതാണ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓപ്ഷൻ C തന്നെയാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ വാട്ടർമെലൻ മോഡൽ ആരാണ്? വാട്ടർമെലൻ J.J. തോംസണും ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ഏണസ്റ്റ് റൂദർഫോർഡും ആണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്കവിടെ ഉത്തരത്തിലെത്താൻ പറ്റും. ഇവിടെ C ആണ് ഓപ്ഷൻ. 6ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാൻ തന്നെയാണ്. ഇവിടെ പക്ഷെ 3 കോളം തന്നു അല്ലേ? അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണോ? അല്ല, പക്ഷേ ഇത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ.
അപ്പോൾ ഇവിടെ നിങ്ങൾക്കിത് നമ്മൾ ഓൾറെഡി ഒരു കോഡ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ഓടിച്ച് വെച്ചാൽ മതി. ഓക്കെ, പെൻ ആർ ടി സി എന്ന് പഠിച്ചു വയ്ക്കുക. പെൻ ആർ ടി സി എന്നുള്ള കാര്യം പഠിച്ചു വെച്ചാൽ അത് എളുപ്പത്തിൽ കിട്ടും അല്ലേ. പെൻ ആർ ടി സി എന്നുള്ളത് നോക്കി വെച്ചാൽ കിട്ടും. പ്രോട്ടോൺ ആണ് ഈ പി കൊണ്ട് ഉദ്ദേശിച്ചത്, ഇലക്ട്രോൺ ആണ് ഈ കൊണ്ട് ഉദ്ദേശിച്ചത്, എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺ ആണ്. അപ്പോൾ പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ് എന്നൊരു ചോദ്യം വരാം. അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം അത് പി അല്ലേ, റൂദർഫോർഡ് ആണ് കേട്ടോ. റൂദർഫോർഡ് ആണ് ഇവിടെ 6 കൊണ്ട് ഉദ്ദേശിച്ചത് റൂദർഫോർഡ് ആണ്. ഓക്കെ, അപ്പോൾ പെൻ റൂദർഫോർഡ്. ഈ പറയുന്നത് ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ് എന്നുള്ളതാണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് എന്ന് പറയുന്നത് തോംസൺ ആണ്, ജെ തോംസൺ ആണ്. ഓക്കെ, തോംസൺ ആണ്. അപ്പം ന്യൂട്രോൺ ആരായിരിക്കും? ചാഡ്വിക് ആണ്. സി കൊണ്ട് ഉദ്ദേശിച്ച ചാഡ്വിക് ആണ്. ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ പോസിറ്റീവ് ആണോ ചാർജ്, നെഗറ്റീവ് ആണോ ചാർജ് എന്ന് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, ഈ പെൻ ആർ ടി സി എന്നുള്ള കോഡ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ, പ്രോട്ടോണിൻ്റെ ചാർജ് ഇല്ല, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് എന്നാണ് അവിടെ വന്നിട്ടുള്ളത്. പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ് കേട്ടോ. പ്രോട്ടോൺ എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ നിങ്ങളിവിടെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഇല്ല എന്ന് എഴുതി വയ്ക്കുക. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇത് കണ്ടെത്തിയത് ആരാണ്? റൂദർഫോർഡ് ആണ്. റൂദർഫോർഡ് ആണ്. ഇലക്ട്രോണിന് ചാർജ് ഉണ്ടോ? ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്. നെഗറ്റീവ് ചാർജ് ആണ് വരിക. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ചോദിച്ചാൽ അത് നെഗറ്റീവ് ചാർജ് കണ്ടുപിടിച്ചത് തോംസൺ ആണ്. ഓക്കെ, ഇനി ന്യൂട്രോൺ കണ്ടെത്തിയത്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോൺ എന്താ നമുക്ക് പറയാതെ ഒരു ന്യൂട്രോണ് ന്യൂട്രലാണ്, അതിന് ചാർജ് ഇല്ല എന്ന് വിചാരിച്ച് വയ്ക്കുക. അപ്പോൾ അത് ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാഡ്വിക് ആണ് അല്ലേ. കിട്ടിയില്ലേ? അപ്പോൾ ഇതിന് ഇവിടെ നോക്കണം. എ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മളിവിടെ എഴുതി വയ്ക്കുക A2. ഓക്കെ, A2 ആണ്. അത് പിന്നെ ഈ പോയിട്ടുള്ളത് അല്ലേ, അത് പോയിട്ടുള്ളത് ഏണസ്റ്റ് റൂദർഫോർഡിലേക്കാണ്. അതായത് 3. അപ്പോൾ A23 എന്നുള്ളത് ഏതാണ് നോക്കുക. A23 എന്നുള്ള 1 മാത്രമേ ഉള്ളൂ, അത് എ ആണ്. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. 7ാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്താനാണ്. പാക്കുവെട്ടി, സീസോ, ത്രാസ്, പ്ലേയേഴ്സ്. ഒറ്റയാനെ കണ്ടെത്തണം. കാരണമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഉത്തോലോകമാണ്. അപ്പോൾ ഇത് നോക്കുക, പാക്കുവെട്ടി, സീസോ, ത്രാസ്, പ്ലേയേഴ്സ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് FRE എന്ന് പഠിച്ചു വയ്ക്കുക. ഫ്രീ എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, എഫ് പറഞ്ഞാൽ ഫൽക്രം ധാരം, R പറഞ്ഞാൽ റെസിസ്റ്റൻസ് രോധം, E എന്ന് പറഞ്ഞാൽ എന്താണ് എഫേർട്ട് യജ്ഞം. ഇതിനടിസ്ഥാനത്തിലാണ് നമ്മൾ ഉത്തോലകങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ പ്ലേയേഴ്സ്, ത്രാസ്, സീസോ എന്ന് പറയുന്നത് 1ാം വർഗ ഉത്തോലകം. 1ാം വർഗ ഉത്തോലകം എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസും അതുപോലെ തന്നെ എഫേർട്ടും അതിന് രണ്ടിനും ഇടയിൽ ഫൽക്രം വന്നാൽ അത് 1ാം വർഗ ഉത്തോലകമാണ്. ജസ്റ്റ് ഒന്ന് കത്രികയുടെ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, കത്രികയുടെ കാര്യം ആലോചിച്ചാൽ മതി. കത്രികയിൽ ഇവിടെ എന്തുണ്ടാവും? ഒരു സ്ക്രൂ ഉണ്ടാവും, ശരിയല്ലേ? ഇവിടെ നമ്മൾ കൈ ഇതിനകത്ത് 2 വിരലങ്ങനെ ഇട്ടിട്ട് അല്ലേ, കൈ ഇങ്ങനെ കത്രിക ചേർത്തി പിടിച്ച് ഇവിടെയാണ് നമ്മൾ പേപ്പർ വയ്ക്കുക അല്ലേ. ഇവിടെ ഒരു സ്ക്രൂ ആണ്. നമ്മളിവിടെ ബലം പ്രയോഗിക്കുമ്പോൾ ഇവിടെയുള്ള പേപ്പർ മുറിയും. അപ്പോൾ ഇവിടെ ഇതാണ് ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഫൾക്രം എന്ന് പറയുക. നമ്മൾ ഈ ബലം പിടിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എഫേർട്ട് എന്ന് പറയുക. നമ്മുടെ ഈ പേപ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? റെസിസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെയും എഫേർട്ടിൻ്റെയും ഇടയിൽ എന്ത് വന്നു? ഫൾക്രം വന്നു. അങ്ങനെ വരുന്ന 1ാം വർഗ ഉത്തോലകം. ഇനി ഫൾക്രത്തിൻ്റെയും എഫേർട്ടിൻ്റെ ഇടയിൽ റെസിസ്റ്റൻസ് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് 2ാം വർഗ ഉത്തോലകമാണ്. പാക്ക് വെട്ടി 2ാം വർഗ ഉത്തോലകമാണ്. പാക്ക് വെട്ടി എന്ന് പറയുമ്പോൾ 2ാം വർഗ ഉത്തോലകമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പാക്ക് വെട്ടി ഇങ്ങനെ ഓപ്പൺ ആക്കുന്നു അല്ലേ. അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അതിൽ പാക്ക് വയ്ക്കുന്നു. നമ്മൾ ഒരു സൈഡ് പിടിച്ച് അമർത്തുന്നു. അപ്പോൾ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാക്ക് മുറിക്കാനുള്ള ആ വസ്തു പാക്ക് വെട്ടുന്നത് അതിൻ്റെ മേലെ നമ്മൾ പ്രയോഗിക്കുന്ന ബലം കൊണ്ട് അത് മുറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ആ മുറിച്ചുള്ള ഭാഗം തട്ടി മുറിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതായത് റെസിസ്റ്റൻസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് സെൻറ്റർ ആയതുകൊണ്ട് അത് 2ാം വർഗ ഉത്തോലകമാണ്. ഉത്തോലകത്തിൻ്റെ ക്ലാസ് ഓൾറെഡി എടുത്തതാണ്, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ.
അപ്പോൾ ഇവിടെ സീസോയും ത്രാസും പ്ലേയേഴ്സും ഒന്നാം വർഗ ഉത്തോലകവും പാക്ക് വെട്ടി രണ്ടാം വർഗ ഉത്തോലകവുമാണ്. അതുകൊണ്ടാണ് ഇവിടെ പാക്ക് വെട്ടി ഓപ്ഷൻ എ ആണ് എന്നാണ് ഒറ്റയാണ്. ഓക്കെ. എട്ടാമത്തെ ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി എന്തു പറയാം? ഡാഷ് എന്ന് പറയാം. ഡാഷ് എന്ന് പറയുന്നു. സംക്രമണ മൂലകം, അന്തർസംക്രമണ മൂലകം, ഉത്കൃഷ്ടവാതകങ്ങൾ, പ്രാതിനിധ്യ മൂലകങ്ങൾ. എന്താ ഉത്തരം? പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. ഒൻപതാമത്തെ ചോദ്യം, ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അപവർത്തനം, പ്രതിഫലനം, വിസരണം, പൂർണ്ണാനന്തര പ്രതിഫലനം. കിട്ടിയില്ലേ? വിസരണമാണ്. പത്താമത്തെ ചോദ്യം, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ടാണ് മാറുക. ഓക്കെ, യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നതാണ് ജനറേറ്ററിൽ നടക്കുന്നത്. അപ്പോൾ 10 ചോദ്യമാണ് നമ്മൾ നോക്കിയത്. 10 ചോദ്യം നോക്കി നമ്മളതിൽ ഒരു 7-8 ചോദ്യം പ്രസ്താവന രീതിയിലുള്ള ചോദ്യമാണ്. ബാക്കിയുള്ളത് സാധാരണ നമ്മുടെ പരീക്ഷയ്ക്ക് എല്ലാ തരത്തിലുള്ള ചോദ്യം ഉണ്ടാവും. സമയം നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠനത്തിൽ കൂടുതൽ സമയം ഇരിക്കാൻ ശ്രമിക്കുക. കുറേ മോഡൽ എക്സാം എഴുതാൻ ശ്രമിക്കുക. ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് നോക്കാനും സമയബന്ധിതമായിട്ട് എക്സാം എഴുതാനും തീർക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ മോഡൽ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത്തരത്തിലുള്ള ചോദ്യമായിരിക്കും വരിക. ചോദ്യങ്ങൾ പരിചയപ്പെടുന്നത് നല്ലതാണ്. ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു മാച്ച് ദ ഫോളോയിങ് വരും, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, അല്ലേ? ഇവിടെ നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷനിൽ ഇങ്ങനെ തിരിച്ചിടാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം പഠിക്കുന്ന സമയത്ത് തന്നെ. കാരണം പഴയ പോലെയല്ല പരീക്ഷ നടക്കുന്നത്. ഇത്തിരി ഒന്ന് നമ്മൾ ബോധപൂർവം ഇരുന്ന് നന്നായിട്ടൊന്ന് ശ്രമിച്ചാലേ പരീക്ഷ പാസ്സാകാൻ കഴിയുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു.